അക്കാലങ്ങളിൽ വില്ലനായി വന്ന രജനിയേക്കാൾ സ്ത്രീകൾക്കും കൂടുതൽ പ്രേക്ഷകർക്കും ആരാധന നായകവേഷം ചെയ്യുന്ന കമലഹാസനോടായിരുന്നു. തുടർന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ സെറ്റുകളിലും ഒരുതരം ഈഗോ ക്ലാഷ് ഇരുവർക്കുമിടയിൽ പത്തിവിടർത്തി തുടങ്ങി. അന്ന് നന്നായി മദ്യപിക്കുന്ന ശീലക്കാരനായിരുന്നു രജനികാന്ത്. അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ വിഭ്രാന്തിയിൽ രജനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായി. കലാപരമായ നിങ്ങളുടെ കഴിവുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ ഇനി പരമ്പരാഗതമായ ഓഡീഷനുകളിൽ പോയി സമയം കളയേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഹൈൻഡ് ദി സ്ക്രീൻ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കമലഹാസനും രജനികാന്തിനും തമ്മിൽ കണ്ടാൽ പോരടിക്കുന്ന ഒരു കാലഘട്ടം ഇരുവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടുപേരും ഒന്നിച്ചഭിനയിച്ച പല പ്രോജക്റ്റുകളിലും ഈഗോ ക്ലാഷ് ഇരുവരും നല്ലതുപോലെ പ്രകടമാക്കിയിരുന്നു. പക്ഷെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ശത്രുത മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഇരുവരും പല വേദികളിലും പരസ്യമായി പറയാറുള്ളത് തെന്നിന്ത്യയിലെ താര സൗഹൃദങ്ങളിൽ തീർത്തും മാതൃകയാണ് തങ്ങൾ രണ്ടുപേരും എന്നാണ്. ഇപ്പോൾ അതൊരു സത്യമാണെങ്കിലും ഇരുവരുടെയും ഭൂതകാലം ചികഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പല സംഭവ വികാസങ്ങളും നടന്നിരുന്നത്. പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദ്രന്റെ സിനിമാ സ്കൂളിലെ പ്രോഡക്റ്റുകളാണ് കമലും രജനിയും. ബാലതാരമായി സിനിമയിലെത്തിയ കമലഹാസൻ സിനിമയോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് പിന്നീട് ചാൻസുകളൊന്നും ലഭിക്കാതായപ്പോൾ തെന്നിന്ത്യയിലെ പ്രശസ്ത നൃത്ത സംവിധായകനായ തങ്കച്ചൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലങ്ങളിൽ സിനിമ നടനാകാനല്ല, ഒരു സിനിമ സംവിധായകനായി പേരെടുക്കാനായിരുന്നു കമലഹാസൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്. സംവിധായകൻ കെ ബാലചന്ദ്രനോട് സംവിധാന സഹായി ആകാനുള്ള ആഗ്രഹം തുറന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. തന്നിൽ നല്ലൊരു അഭിനേതാവുണ്ടെന്നും ആ വഴിക്ക് കഷ്ടപ്പെട്ടാൽ തനിക്കൊരു താരസിംഹാസനം തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നും കമലഹാസനോട് ആദ്യമായി പ്രവചിച്ചത് ഗുരുവായ സംവിധായകൻ KB സാറായിരുന്നു. 1975 റിലീസായ അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിൽ കെ ബാലചന്ദ്രൻ കമലഹാസന് നായക വേഷം നൽകി ശ്രദ്ധേയമാക്കി. അതേ ചിത്രത്തിൽ തന്നെയായിരുന്നു പുതുമുഖ നടനായി ബാംഗ്ലൂർ സ്വദേശിയായ ശിവാജി റാവു എന്ന രജനികാന്തിനെ കെ ബാലചന്ദ്രൻ പരിഗണിക്കുന്നത്. ഉപജീവന മാർഗമായിരുന്ന ബസ് കണ്ടക്ടർ ജോലി ഉപേക്ഷിച്ച് മദ്രാസ് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാനെത്തിയ ശിവാജി റാവുവിന്റെ ക്ലാസ്സിൽ സെലിബ്രിറ്റി ഗസ്റ്റായി പരിശീലകനായി എത്തിയതായിരുന്നു കെ ബാലചന്ദ്രൻ. തിളക്കമുള്ള കണ്ണുകളും ചടുലമായ സംഭാഷണ ശൈലിയും ചലനത്തിലെ ചില സ്റ്റൈലുകളുമുള്ള വിദ്യാർത്ഥിയായ ശിവാജി റാവുവിനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഉടലെടുത്ത ആ ഗുരുശിഷ്യ ബന്ധമാണ് അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിൽ വേഷം കിട്ടാൻ രജനികാന്തിന് സഹായകമായത്. ശിവാജി റാവുവിന് രജനികാന്ത് എന്ന പേര് നൽകിയത് ഗുരുവായ കെ ബാലചന്ദ്രനായിരുന്നു. ഒരു ഹോളി ആഘോഷത്തിന്റെ അന്നായിരുന്നു തന്റെ പ്രിയപ്പെട്ട KB സാർ രജനികാന്ത് എന്ന നാമധേയം തനിക്ക് നൽകിയതെന്ന് വിനീതമായി രജനികാന്ത് എന്നും ഓർക്കാറുണ്ട്. കമലഹാസനോടൊപ്പം വില്ലനും സപ്പോർട്ടിംഗ് ആക്ടറുമായി രജനികാന്ത് വളർന്നു. കെ ബാലചന്ദ്രന്റെ തന്നെ മൂன்று മുടിച്ച്, ആടുപുലിയാട്ടം, ഇളമൈ ഊഞ്ചാൽ ആടുകിറത് എന്നിങ്ങനെ 7ഓളം ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. കലയിലായാലും കച്ചവടത്തിലായാലും എല്ലാം വമ്പൻ ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് കമലും രജനിയും മാനസഗുരുവായി KB സാർ എന്ന പ്രതിഭയെ തങ്ങളുടെ നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു. ഭാഗ്യതാരങ്ങൾ എന്ന നിലയിൽ കമലും രജനിയും ഏതാണ്ട് 20ൽ കൂടുതൽ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജ് തിരക്കഥ എഴുതി ഭാരതിരാജ സംവിധാനം നിർവഹിച്ച 16 വയതിനിലെ പോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കൂടുതലും. അക്കാലങ്ങളിൽ വില്ലനായി വന്ന രജനിയേക്കാൾ സ്ത്രീകൾക്കും കൂടുതൽ പ്രേക്ഷകർക്കും ആരാധന നായകവേഷം ചെയ്യുന്ന കമലഹാസനോടായിരുന്നു. തുടർന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ സെറ്റുകളിലും ഒരുതരം ഈഗോ ക്ലാഷ് ഇരുവർക്കുമിടയിൽ പത്തിവിടർത്തി തുടങ്ങി. രജനിയും കമലഹാസനും ഒരുമിച്ചുണ്ടെങ്കിൽ തന്നെ കൂടെ അഭിനയിച്ച നടികൾ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുമ്പോൾ കമലഹാസനൊപ്പം ചേർന്ന് നിൽക്കാനായിരുന്നു പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നത്. അന്ന് നന്നായി മദ്യപിക്കുന്ന ശീലക്കാരനായിരുന്നു രജനികാന്ത്. അതുകൊണ്ട് തന്നെ പല പ്രോജക്റ്റുകളിലും സൗന്ദര്യ പിണക്കങ്ങൾ ഉടലെടുത്തു. ഇരുവരും കച്ചവട മൂല്യമുള്ള താരങ്ങളായതുകൊണ്ട് നിർമ്മാതാക്കൾ തന്നെ ഇരുവരെയും അനുനയിപ്പിച്ച് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിൽ അമിത മദ്യപാനം തന്റെ ക്യാരക്ടറിനെ നശിപ്പിച്ചിരുന്നുവെന്ന് രജനികാന്ത് തന്നെ പല വേദികളിലും പരസ്യമായി പറഞ്ഞ കാര്യമാണ്.
രജനികാന്തിനേക്കാൾ സീനിയർ ആയിരുന്ന കമലഹാസൻ നായകൻ എന്ന നിലയിൽ 60,000 രൂപയായിരുന്നു അന്ന് പ്രതിഫലം വാങ്ങിയിരുന്നത്. ഒരുമിച്ച് അഭിനയിച്ചിരുന്ന രജനികാന്തിന് കിട്ടിയതോ വെറും 2,000 രൂപയും. ആ കാലഘട്ടത്തിൽ ആയിരങ്ങൾ വലിയൊരു സംഖ്യ തന്നെയായിരുന്നു. ഇരുവരോടുമൊപ്പം പല ചിത്രങ്ങളിലും ഒരുമിച്ച് അഭിനയിച്ചിരുന്ന ശ്രീദേവിക്ക് അന്ന് കിട്ടിയിരുന്നത് 5,000 രൂപയായിരുന്നു. കമലഹാസനോളം പ്രാധാന്യവും സാമ്പത്തിക പരിഗണനയും തനിക്കും വേണമെന്ന ചിന്ത രചനയിൽ കലശലായി രൂപപ്പെട്ടു തുടങ്ങി. ഇരുവരും തമ്മിലുള്ള ഉൾപോര് പത്രമാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുവായ KB സർ തന്നെ ഒരുമിച്ചുള്ള കളി നിർത്തി സ്വതന്ത്രരായി അഭിനയിക്കാൻ ഇരുവരോടും നിർദ്ദേശിക്കുകയാണ്. രചനയുടെ കരിയറിന് ആ തീരുമാനം ഗുണം ചെയ്യുമെന്ന് കമലഹാസനും അഭിപ്രായപ്പെട്ടു. രജനിയെ തേടി ഹീറോ കഥാപാത്രങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങി. പക്ഷേ കമലഹാസനോളം മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാൻ ആദ്യകാലങ്ങളിൽ രജനിക്ക് സാധിച്ചിട്ടില്ല. അക്കാരണത്താൽ തുടർന്നും പല പ്രോജക്റ്റുകളിലും വില്ലനായി തന്നെ രജനിക്ക് തുടരേണ്ടി വന്നു. ഇതേ കാലയളവിൽ മലയാളത്തിലെ വമ്പൻ ബാനറായ സുപ്രിയ പ്രൊഡക്ഷന്റെ ഉടമസ്ഥനായ ഹരിപ്പോത്തൻ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നൊരു ഫാന്റസി ചിത്രം നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. വമ്പൻ ബഡ്ജറ്റിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. തെന്നിന്ത്യയിൽ പേര് കേട്ട IV ശശിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. സൗത്ത് ഇന്ത്യയിലെ ലക്കി ജോഡികളായ കമലും രജനിയും പ്രധാന വേഷം ചെയ്യുന്നു. മോഹവില അഡ്വാൻസായി നൽകി ഹരിപ്പോത്തൻ കരാർ ഉറപ്പിക്കുകയാണ്. ഇരുവർക്കും പുറമെ ജമിനി ഗണേശൻ, സാവുത്രി, ശ്രീപ്രിയ, ജയഭാരതി എന്നിങ്ങനെ വമ്പൻ താരനിര വേറെയും. മറ്റു ഭാഷകളോടൊപ്പം അന്നത്തെ പാൻ മൂവിയായി 1979 ഏപ്രിൽ 14 വിഷു ദിനത്തിൽ കേരളത്തിൽ റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനം. അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു ഫാന്റസി ചിത്രമായിരുന്നതിനാൽ കൂറ്റൻ സെറ്റുകളും വ്യത്യസ്തമായ ലൊക്കേഷനുകളും പടത്തിന് ആവശ്യമായി വന്നു. കമറുദ്ദീൻ എന്ന രജനികാന്തിന്റെ കഥാപാത്രത്തിന്റെ ജോഡി ശ്രീപ്രിയയും അലാവുദ്ദീനായ കമലഹാസന്റെ നായിക ജയഭാരതിയും. രാജകുമാരിയായ ജയഭാരതിക്കായിരുന്നു ആ ചിത്രത്തിൽ പ്രധാന വേഷം. നിർമ്മാതാവായ ഹരിപ്പോത്തന്റെ ഭാര്യാപദം അലങ്കരിച്ച് ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിയുന്നവളായിരുന്നു അന്ന് ജയഭാരതി. രഹസ്യമായിരുന്നുവെങ്കിലും അതൊരു പരസ്യമായ ബന്ധം കൂടിയായിരുന്നു. ഹരിപ്പോത്തനുമായി ഉടക്കിയ ശേഷമാണ് പിന്നീട് ജയഭാരതി അന്നത്തെ യുവതാരം സത്താറുമായി പുതിയ ബന്ധം സ്ഥാപിക്കുന്നത്. അക്കാലങ്ങളിൽ മലയാളത്തിലെ ഒരു മാദകറാണിയായിരുന്നു ജയഭാരതി. നിർമ്മാതാവുമായുള്ള അടുപ്പമുള്ളതിനാൽ ഗാനരംഗത്ത് ആവശ്യമായ സെക്സി ഇഫക്റ്റുള്ള വസ്ത്രങ്ങൾ ജയഭാരതി ധരിക്കുമോ എന്ന് സംവിധായകൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. കഥാപാത്രത്തിന്റെ വേഷവിധാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ആളാണത്രേ IV ശശി. പ്രൊഡക്ഷൻ ഇൻചാർജിലുള്ള രഘു അണ്ണൻ ഇക്കാര്യം നിർമ്മാതാവ് ഹരിപ്പോത്തനോട് ധരിപ്പിക്കുകയാണ്. ബന്ധം വേറെ, കച്ചവടം വേറെ. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഏത് കോലത്തിലും ജയഭാരതിയെ അഭിനയിപ്പിച്ചുകൊള്ളാൻ നിർമ്മാതാവ് സമ്മതം മൂളുകയാണ്. പല ഭാഷകളിൽ ഓടേണ്ട സിനിമയായതിനാൽ പ്രസ്തുത ഗാനരംഗത്ത് ജയഭാരതി എന്ന മാദകത്തിടമ്പിനെ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ സംവിധായകന് സാധിച്ചു. പാതി ആയപ്പോൾ തന്നെ ചിത്രത്തിന്റെ ബഡ്ജറ്റ് കൈവിട്ടു. നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള കെമിസ്ട്രി വഷളായി തുടങ്ങി. ഏപ്രിൽ 14 വിഷു ചിത്രമായി കേരളത്തിൽ ചിത്രത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങി. ഫെസ്റ്റിവൽ ചിത്രത്തിന്റെ പേരും പറഞ്ഞ് നിർമ്മാതാവ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വൻ തുക അഡ്വാൻസ് പിരിച്ചെടുത്തു. മറ്റ് ഭാഷാ വിതരണക്കാരിൽ നിന്നും നല്ലൊരു തുക നേരത്തെ തന്നെ കൈപ്പറ്റിയിട്ടുമുണ്ട്. ചിത്രീകരണം നീളുന്നതിനനുസരിച്ച് നിർമ്മാതാവിന് സാമ്പത്തിക ബാധ്യത കൂടി തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിത്രം ഷെഡ്യൂൾ ബ്രേക്കായി. അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ വിഭ്രാന്തിയിൽ രജനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായി. KB സാറിന്റെ നിർദ്ദേശപ്രകാരം രജനിയും കമലും 2 വഴിക്ക് പിരിഞ്ഞെങ്കിലും അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിനു വേണ്ടി ഇരുവരും വീണ്ടും ഒന്നിച്ചു ചേർന്നപ്പോൾ പഴയ ഈഗോ ക്ലാഷ് രജനിയിൽ വീണ്ടും വൈരാഗ്യമായി തലപൊക്കി. ഒറ്റയാനായി ജീവിച്ച അക്കാലങ്ങളിൽ അമിത മദ്യപാനം കാരണം ഒരുതരം മാനസിക വിഭ്രാന്തിക്ക് താൻ അടിമപ്പെട്ടിരുന്നുവെന്ന് തന്റെ ഭൂതകാലത്തെ പഴിച്ചുകൊണ്ട് രജനി തന്നെ പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വിഷു റിലീസ് പ്രഖ്യാപിച്ച പടം ഷെഡ്യൂൾ ബ്രേക്ക് ആയപ്പോൾ കലി തുള്ളിയത് നിർമ്മാതാവായിരുന്നു. അവശേഷിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യാതെ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു നിർമ്മാതാവിന്റെ കൽപ്പന. കമലും രജനിയും തമ്മിലുള്ള ഒരു സംഘട്ടന രംഗമാണ് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. അത് കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതൊഴിവാക്കി ചിത്രം റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന് സംവിധായകൻ തീർത്തു പറഞ്ഞു. ഏപ്രിൽ 14 എന്നൊരു ദിവസമുണ്ടെങ്കിൽ തന്റെ പടം തിയേറ്ററിൽ എത്തിയിരിക്കും.
അതിനെതിരായി നിന്നാൽ സംവിധായകനെ ഞാൻ തട്ടുമെന്ന് നിർമ്മാതാവ് പരസ്യമായി ഭീഷണി മുഴക്കി. ലൈസൻസ് ഉള്ളൊരു റിവോൾവർ തന്റെ സ്വയം രക്ഷയ്ക്ക് കയ്യിൽ സൂക്ഷിക്കുന്ന ആളായിരുന്നു അന്ന് ഹരിപ്പോത്തൻ. അത് കാരണം അദ്ദേഹത്തിന്റെ കൊലവിളി സംവിധായകനിലും പേടിയുണ്ടാക്കി. പടം വിഷുവിന് റിലീസ് ചെയ്യണമെങ്കിൽ അവശേഷിക്കുന്ന സീൻ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷന് വിടണം. സംവിധായകൻ ആകെ പരിഭ്രാന്തിയിലായി. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി എന്നോണം പ്രൊഡക്ഷൻ ഇൻചാർജ് രഘുവണ്ണൻ ഒരു പോംവഴി നിർദ്ദേശിക്കുകയാണ്. രജനിയെ ചികിത്സിക്കുന്നത് മലയാളിയായ ഡോക്ടർ ചെറിയാനാണ്. അദ്ദേഹത്തെ നേരിൽ കണ്ട് നമ്മുടെ അവസ്ഥ നമുക്ക് ബോധിപ്പിക്കാം. എന്തെങ്കിലും ഒരു പോംവഴി അദ്ദേഹം നിർദ്ദേശിച്ചെങ്കിലോ രഘുവണ്ണന്റെ തീരുമാനം സംവിധായകനും സ്വീകാര്യമായി തോന്നി. രജനി ഇപ്പോൾ നോർമലാണ്. പക്ഷേ കോമ്പിനേഷൻ സീനിൽ കമലായതുകൊണ്ട് വീണ്ടും വയലന്റ് ആയാലോ എന്നായിരുന്നു ഡോക്ടർ ചെറിയാന്റെ ചോദ്യം. ചികിത്സാ വേളയിൽ കമലിനോടുള്ള വിദ്വേഷം ഡോക്ടർക്ക് പലപ്പോഴും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചത്. ലൊക്കേഷനിൽ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഷൂട്ടിംഗ് ദിവസം താൻ രജനിയെ വിട്ടുതരാമെന്ന് ഡോക്ടർ പറയുകയാണ്. രണ്ടും കൽപ്പിച്ച് ആ റിസ്ക് ഏറ്റെടുക്കാൻ സംവിധായകനും രഘുവണ്ണനും തയ്യാറാകുന്നു. ഷൂട്ടിംഗ് തീയതി നിശ്ചയിച്ചു. രാവിലെ തന്നെ നായകനായ കമൽ ലൊക്കേഷനിലെത്തി. മറ്റ് നടീനടന്മാർ മേക്കപ്പ് തുടങ്ങിയിരുന്നു. രജനിയെ കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ വണ്ടി വിട്ടു. ഒരു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ രാമചന്ദ്രബാബു AVM ഫ്ലോറിൽ ലൈറ്റപ്പ് തകൃതിയായി തുടങ്ങിയിരുന്നു. രജനിയെയും കൊണ്ടുവന്ന പ്രൊഡക്ഷൻ കാർ AVM സ്റ്റുഡിയോ ഗേറ്റ് താണ്ടി വരുന്നത് കണ്ടപ്പോൾ തന്നെ സംവിധായകന് ആശ്വാസമായി. കാറിൽ നിന്നും ഇറങ്ങിയ രജനി ഷൂട്ടിംഗ് സ്പോട്ടിന് തെല്ലപ്പുറത്തായി നടന്നു ചെന്ന് പ്രൊഡക്ഷൻ ബോയിയോട് തന്റേതായ സ്റ്റൈലിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഒരു കസേര കൊണ്ടിടാൻ നിർദ്ദേശിച്ചു. ബോയ് കസേര കൊണ്ടിട്ടതും അതിൽ കാൽ കയറ്റി രാജകീയ സ്റ്റൈലിലിരുന്ന് രജനി സ്റ്റൈലിൽ തന്നെ ചുണ്ടിൽ സിഗരറ്റിന് തീ കൊളുത്തി വലിക്കാൻ തുടങ്ങി. പന്തികേട് മണത്തെന്നോണം രജനിയെ അനുനയിപ്പിക്കാൻ ഒരു കസേരയുമായി സംവിധായകൻ രജനിക്ക് അഭിമുഖം ചെന്നിരുന്ന് ക്ഷേമം തിരക്കിയതും പെട്ടെന്ന് വയലന്റായി തന്റെ സോക്സിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് സംവിധായകന് നേരെ ചൂണ്ടി തമിഴിൽ "നീ ആരടാ, പെരിയ ഡയറക്ടറാ, ഞാൻ ആരെന്ന് ഉനക്ക് തെരിയുമാ?" അത് കേട്ടതും ഭീതിയോടെ സംവിധായകൻ അവിടെ നിന്നും പിന്മാറി. ഷൂട്ടിംഗ് നടക്കില്ല, റിലീസിംഗ് ഡേറ്റ് മാറ്റുകയേ നിവൃത്തിയുള്ളൂ എന്ന നിലപാടിലായി പിന്നീട് സംവിധായകൻ. ഒടുവിൽ കമൽ തന്നെ ഒരു പോംവഴി നിർദ്ദേശിക്കുകയാണ്. രജനി അനുസരിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, KB സാർ. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാൽ ഷൂട്ടിംഗ് പുഷ്പം പോലെ തീർക്കാം. അല്ലാതെ ആർക്കു മുമ്പിലും രജനി വഴങ്ങില്ല. പക്ഷെ പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ നോക്കാൻ KB സാർ ഔട്ട് ഓഫ് സ്റ്റേഷനിലാണോ എന്നൊരു സംശയം കൂടി കമലഹാസൻ പങ്കുവെക്കുകയാണ്. സംവിധായകന്റെ അപേക്ഷ പ്രകാരം അപ്പോൾ തന്നെ K ബാലചന്ദ്രൻ ലാൻഡ് ഫോണിൽ ബന്ധപ്പെടുകയാണ് കമൽ. 2 ദിവസം കഴിഞ്ഞ് ലൊക്കേഷൻ നോക്കാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ K ബാലചന്ദ്രനോട് കാര്യങ്ങൾ വിശദമാക്കുന്നു കമലും സംവിധായകൻ IV ശശിയും. ഇപ്പോൾ തന്നെ താൻ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്താമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് K ബാലചന്ദ്രൻ. കസേരയിൽ ഏകനായി ഇരുന്ന് തുരുതുര സിഗരറ്റ് വലിച്ചൂതിക്കൊണ്ടിരിക്കുകയാണ് രജനി. AVMന്റെ ഗേറ്റ് കടന്നു വന്ന KB സാറിന്റെ കാറിന്റെ ഹോൺ കേട്ടതും സിഗരറ്റ് കുത്തിക്കെടുത്തി ഗുരുഭക്തിയോടെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്നു രജനി. കാറിൽ നിന്നും ഇറങ്ങി വന്ന K ബാലചന്ദ്രൻ അധികാരത്തോടെ തന്റെ ശിഷ്യന്റെ തലയ്ക്കൊന്ന് മേടിക്കൊണ്ട് ശകാരിക്കാൻ തുടങ്ങി. അനുസരണയോടെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഗുരുവിന് മുമ്പിൽ വിനീതനായി തലകുനിച്ച് നിൽക്കുന്ന രജനിയെ കണ്ട് എല്ലാവരും അമ്പരന്നു. അതാണ് രജനികാന്ത് എന്ന പച്ചയായ മനുഷ്യൻ. അന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന രഘുവണ്ണൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് തന്റെ ശിഷ്യനെയും കൊണ്ട് സ്റ്റുഡിയോവിലെ മേക്കപ്പ് റൂമിലേക്ക് നീങ്ങുകയാണ് K ബാലചന്ദ്രൻ. തൊട്ടരികിലെ സീറ്റിൽ ഇരിപ്പുറപ്പിച്ച KB സാറിനരികിലെത്തിയ സംവിധായകനോട്, "ഇവൻ എൻ്റെ വിശ്വസ്തനായ ശിഷ്യനാ. നിങ്ങളുടെ ഷൂട്ടിംഗ് ഇന്ന് തീർത്തിരിക്കും. അത് കണ്ടേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ." ഉറപ്പ് കിട്ടിയതും ഷൂട്ടിംഗ് തുടങ്ങാൻ സന്തോഷത്തോടെ സ്പോട്ടിലേക്ക് ഓടുകയാണ് സംവിധായകൻ. മേക്കപ്പിനിടയിൽ തന്റെ ഗുരുവിനോട് രജനി സെന്റിമെന്റ്സായി പറഞ്ഞ കാര്യമാണ് KB സാറിന്റെ നെഞ്ചകം തകർത്തത്. "സാർ, ഞാൻ മെന്റലി കൊഞ്ചം ഡിപ്രസ്ഡ് ആണ്. പക്ഷെ എല്ലാവരും എന്നെ പൈത്യക്കാരനെ പോലെ കാണുന്നു. നിജമാ എനിക്ക് പൈത്യമാ സാർ." ശുദ്ധ തമിഴിൽ അത് കേട്ടതും ശിഷ്യനെ തന്റെ ഹൃദയഭാഗത്ത് ചേർത്തണയ്ക്കുന്ന ഗുരുവിന്റെ കണ്ണുകളിലും അപ്പോൾ നനവുണ്ടായിരുന്നു. ആ ഗുരുശിഷ്യ ബന്ധത്തിന് കണ്ണീർ സാക്ഷിയായി KB സാറിന്റെ മറ്റൊരു ശിഷ്യനും കൂടി ആ മുഹൂർത്തത്തിൽ ഒപ്പമുണ്ടായിരുന്നു, സാക്ഷാൽ കമൽഹാസൻ. ഗുരുത്വമുള്ള മനസ്സിന്റെ ഉടമയായ തന്റെ സുഹൃത്ത് തന്നേക്കാൾ നല്ലൊരു മനുഷ്യനാണെന്നും സൗഹൃദത്തിന്റെ നല്ലൊരു മാതൃകയാണെന്നും പിന്നീട് പല വേദികളിലും രജനിയെ ചേർത്ത് നിർത്തി കമൽ തന്നെ പറയാറുണ്ട്.
കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.